ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പം വേറൊരു വീഡിയോയുടെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് ഇന്നലെ നമ്മുടെ ശിവരാത്രിയോടനുബന്ധിച്ച് ഞാനും അച്ഛനും കൂടി നടത്തിയ ഒരു തീർത്ഥാടന യാത്രയുടെ കഥയാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അച്ഛനും കൂടെ ഇറങ്ങി. എങ്ങോട്ടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാദേവ ക്ഷേത്രമായിട്ടുള്ള ഓച്ചിറയിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ നീണ്ടകര പാലത്തിൻ്റെ 2 സൈഡിലായിട്ട് പാലം വരുന്നുണ്ട്. അതായത് 2 വൺ വേ ആയിരിക്കുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ആയിട്ടുള്ളത്. അപ്പോൾ ഈ നടുക്കത്തെ പാലം ഇവരെന്ത് ചെയ്യും? ദിസ് ഈസ് റോക്കീസ് KGF എന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അല്ല, നമ്മുടെ KMML ആണ്. അങ്ങനെ ഓടി അവസാനം ഏകദേശം ഒരു 9:15 അടുപ്പിച്ച് ആവാറായപ്പോഴത്തേക്കും നമ്മൾ ഓച്ചിറ എത്തി. വഴിയിൽ അങ്ങനെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ സർവീസ് റോഡ്, അതായത് ബൈപ്പാസിൻ്റെ പണി നടക്കുന്നുണ്ട്, സർവീസ് റോഡിൽ മാത്രം ചെറിയൊരു ഇത് വരുന്നുണ്ട്, അതേ ഉള്ളായിരുന്നു. പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ ഓടിഞ്ഞ് പോരുന്നത്. ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞത് ചൂടായിരുന്നു കേട്ടോ. രാവിലെ ആയിട്ട് തന്നെ ഇതുപോലത്തെ ചൂട്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് തിരിച്ച് പോകുന്ന അവസ്ഥ എന്തായിരിക്കും എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അതുപോലത്തെ ചൂടായിരുന്നു. വണ്ടികളൊക്കെ ഇരിക്കുന്നൊക്കെ നമ്മളങ്ങനെ ഓച്ചിറയിൽ എത്തിയിരിക്കുകയാണ്. ശിവരാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് മൊത്തത്തിൽ. ഒന്നാമത് ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും തിരക്കായിരിക്കും. ഇത് ശിവരാത്രിയും കൂടെ ആയിരുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ഒരു അമ്പലക്കുളം ഉണ്ട്, അതിനകത്ത് നിറച്ച അമ്പലം ഇരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. മൊത്തം ഇങ്ങനെ ഒരു ഭയങ്കര ഒരു, ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്, ഇത്രയും ആമ്പലം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു കുളത്തിൽ. എനിക്കിവിടെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നുമല്ല, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അത് ഒടുക്കത്തെ, അത് എന്താണ് എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ അടിപൊളിയാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്മാമ്മയുടെ 2ാമത്തെ ആണ്ടായിരുന്നു. അപ്പോൾ അമ്മാമ്മയുടെ ആഗ്രഹമായിരുന്നു ഇവിടെ അന്നദാനത്തിന് ഒരു സംഭാവന ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനും അച്ഛനും കൂടെ ഒന്ന് വന്നത്. അപ്പോൾ നമ്മൾ അന്നദാനത്തിനുള്ള സംഭാവനയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ രാവിലെ 8 മണി തൊട്ട് 12 മണി വരെ കഞ്ഞി കിട്ടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി കഞ്ഞി കുടിച്ചു. ഇവിടെ ഈ സൈഡിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോ രൂപങ്ങളുണ്ട്. അപ്പം അത് നമ്മുടെ ഇപ്പോൾ കൈ, കാല്, അല്ലെങ്കിൽ ശരീരം, അങ്ങനത്തെ ഓരോ രൂപങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊരു വിശ്വാസമാണ്. നമ്മളതെടുത്ത് തലയ്ക്കൊഴിഞ്ഞ് അവിടെ വെച്ച് കഴിയുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഓക്കെ ആവും എന്നാണ് ആ ഒരു വിശ്വാസം. അതേപോലത്തെ വേറെ രൂപങ്ങൾ അകത്തും ഇരിപ്പുണ്ട് ഉള്ളിൽ. ഇതിപ്പം ഫ്രണ്ടിൽ ഇപ്പം പുതുതായിട്ട് വെച്ചാണ്, അവിടെ തിരക്കായതുകൊണ്ടാവും. അതിനൊക്കെ നമുക്ക് അകത്തുമൊക്കെ ഇത് കണക്ക് ഇഷ്ടം പോലെ അതിനൊരു സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ പുതിയൊരു ഒരു എന്താ പറയുക, പാർക്ക് കണക്കത്തെ ഒരു സംഭവം. അതായത് വന്നിരിക്കാനും, അതേപോലെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നൈസായിരിക്കും. ഇപ്പം നല്ല വെയിലാണ്, അപ്പോൾ ലൈറ്റൊക്കെ ഇടാനുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ കുറച്ചുകൂടെ വൈബായിരിക്കും. നമുക്കിവിടെ ഇരിക്കാം. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ കുറച്ച് നേരം വന്നിരിക്കാനും വിശ്രമിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അവിടെ എന്താ സംഭവം, നന്ദിയുടെ ചെവിയിൽ മറ്റേ ഒരു ഇതുണ്ടല്ലോ, ചടങ്ങുണ്ടല്ലോ. നമുക്കത് വേണ്ടുന്ന ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ ഈ ഓരോ നാളുണ്ടല്ലോ, നക്ഷത്രം. അപ്പോൾ അവർക്കൊക്കെ ഈ ഓരോ മരങ്ങളുണ്ട്. അപ്പോൾ ഈ പാർക്കിൽ തന്നെ ഈ ഓരോ നാളിൻ്റെ മരങ്ങളും ഒക്കെ അവരിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഒടുക്കത്തെ വെയിലാണ്, ഞാൻ പറയുന്നതൊന്നും കേൾക്കത്തുമില്ല. നല്ല ബഹളമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അല്ലാണ്ട് എടുക്കാഞ്ഞ.
കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും, എന്തായാലും ഇവിടുന്ന് ഇറങ്ങും. എന്നിട്ട് മറ്റേ കാട്ടിൽ മേക്കതിൽ എന്ന് പറയുന്നൊരു അമ്പലമുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും കൂടെ കയറി കുറച്ചേരം അവിടെയും കൂടെ നിന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകും. കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒത്തിരി ഓച്ചറിൽ ഒരു വട്ടം ലാസ്റ്റ് വന്നു വെച്ചാൽ ഓച്ചറിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഹരിപ്പാട് മണ്ണാർശാലയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട്. പിന്നീട് ഞാൻ മറ്റേ പുറത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഇവിടെ വീണ്ടും വരണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീണ്ടും വന്നു. പക്ഷേ ഇപ്രാവശ്യം അച്ഛനും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും ഇവിടുന്ന് ഇറങ്ങുക. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് കാട്ടിൽ മേക്കത് അമ്പലത്തിലേക്കാണ്. വെയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ. അപ്പുറത്ത് പന്മന അമ്പലം ഉണ്ടല്ലോ, അതാ ഈ വഴിയാണ് കാണിച്ചേക്കുന്നത്. പക്ഷെ ഇതൊന്നും മാപ്പിനകത്ത് നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചിട്ടില്ല. നമ്മൾ ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റൂട്ടില്ലേ, അത് നമ്മുടെ രാവിലെ കണ്ട റോക്കീസ് KGF ഇല്ലേ, നമ്മുടെ ടൈറ്റാനിയം, അതിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ അതിലേക്കൂടാണ് നമ്മൾ ഈ അമ്പലത്തിൽ പോകുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടൈറ്റാനിയത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ നേരെ പോയാൽ മതി, നമുക്ക് നമ്മൾ അമ്പലത്തിലെത്താൻ പറ്റും. നമ്മളിവിടേക്ക് എത്തിയത് ഏകദേശം നട അടയ്ക്കിറക്കിയായിട്ടുള്ള സമയത്താണ്. പക്ഷേ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം വേരിയേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ നോക്കിയപ്പോൾ. അപ്പം അതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് അപ്പുറത്തെ കരയിലേക്ക് എത്തണമെങ്കിൽ ജങ്കാർ സർവീസ് ഉണ്ട്, ഫ്രീ ആണ്, അമ്പലത്തിൻ്റെ വക തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിലേക്കാണ് പോകുന്നത്. സാധാരണ ഈ ഒരു സമയം, അതായത് നമ്മൾ രാവിലേക്ക് വരികയാണെങ്കിൽ ജങ്കാർ ഫുള്ള് നിറച്ച ആളായിരിക്കും, ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. പക്ഷേ ഇപ്രാവശ്യം ആൾ കുറവായിരുന്നത് കൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ കയറാൻ പറ്റി. പെട്ടെന്ന് തന്നെ ഇപ്പോൾ സൈഡിൽ വന്നു. സീസൺ വൈസ് ഒരു തിരക്കുള്ള അമ്പലമല്ല ആക്ച്വലി, എല്ലാ ദിവസവും ഇവിടെ തിരക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ ഇപ്പം ഒരുപാട് സ്റ്റോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പണ്ട് ഇവിടെ ഒന്നുമില്ലായിരുന്നു ഞാൻ ആദ്യമൊക്കെ വരുന്ന സമയത്ത്. ഇപ്പോൾ ഒരുപാട് കടകളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അവിടെ ക്യൂ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നേരെ നടന്നു വന്നത് ക്യൂവിലേക്ക് തന്നെ. അമ്പലത്തിൽ നടയിൽ പൂജ നടക്കുന്ന സമയമായിരുന്നു, അതുകൊണ്ട് നേരെ വന്ന് ക്യൂവിൽ നിന്ന്. ഇവിടെ ഇപ്പോൾ കപ്പ ഇത് സാധനമൊക്കെ കുറെ കൂടിയല്ലോ, മീൻ വള്ളങ്ങൾ മുമ്പെന്ന് വരുന്ന സമയത്ത് ഇവിടെ മീൻ ഇടുന്ന നീ കണ്ടില്ല? ചെറിയ കാറിലൊക്കെ ഒരു തട്ടിക്കുടഞ്ഞ പോലെ അവിടെ വെച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. നേരത്തെ പിന്നെ നേരത്തെ അമ്പലം എവിടെ കേട്ടോ. അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങി നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഹൈലൈറ്റ് ഇത് തന്നെയാണ്, ഈ ഒരു ചെറിയ ബീച്ച്. ഇവിടുത്തെ അങ്ങൊക്കെ ആള് നിൽപ്പുണ്ട്, അങ്ങൊക്കെ നല്ലതാണ്. ചൂടുണ്ടായാലും വലിയ പ്രശ്നമില്ല. പിന്നെ അധികം തിരയൊന്നും ഇല്ലാത്തതുകൊണ്ട് വന്ന് ഇങ്ങനെ നിൽക്കാനും ഒക്കെ ഉള്ളൊരു നല്ല വൈബാണ്. പിള്ളേർക്കൊക്കെ ആയാലും ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ, കുഴപ്പമില്ല, നല്ല രസമാണ് ഇവിടെ. ഈ കാട്ടിൽ മേക്കൽ എന്ന് പറയുന്ന അമ്പലം ഫേമസ് ആയത് തന്നെ എനിക്ക് തോന്നുന്നു പണ്ട് ഇവിടെ ഒരു സുനാമി അടിച്ച സമയത്ത് ഈ അമ്പലത്തിന് മാത്രം ഒന്നും പറ്റിയില്ല. അങ്ങനെയാണ് ഈ അമ്പലം കുറച്ച് ഫേമസ് ആയത്. അതിനുശേഷം ഒരുപാട് ആൾക്കാർ വന്ന് ഇപ്പം അമ്പലം അത്യാവശ്യം നല്ല നിലയിലാണ്. അങ്ങനെയാണ് ഞാൻ കേട്ട കഥ. അതേപോലെ ഈ ബീച്ച് സൈഡിൽ നിന്നും അമ്പലത്തിനും ഇടയ്ക്കായിട്ട് കുറച്ച് സ്റ്റോൾസ് ഉണ്ട്. അവിടെ നമുക്ക് സ്നാക്സൊക്കെ കഴിക്കാൻ കിട്ടും. അങ്ങനെ അച്ഛനെ ഞാനിവിടെ കയറിയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ചു, 2 ഉള്ളിയോടെ കഴിച്ചു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പം ചട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി കയറിയിട്ട് അമ്മ എന്താ വിളിച്ചു പറഞ്ഞത്, ചട്ടി വേണം. നല്ല മറ്റേ നമ്മുടെ യൂട്യൂബർ അർജുൻ എംപി പറയുന്നതൊക്കെ പട്ടി വെയിൽ കരിഞ്ഞ് എന്താ കോലമെന്ന് അറിയാൻ വയ്യ. എന്തായാലും നല്ല നല്ല വെയിൽ, ഉണങ്ങി പിഴുത്തിരിക്കുക, ഒട്ടുക്കത്ത് ചൂടും. ജങ്കാർ വന്നു, ആ ജങ്കാർ ഇപ്പോൾ പോയി, എനിക്കൊന്ന് ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അടുത്തതിനകത്ത് പോകേണ്ടി വരും. നമ്മളങ്ങ് നടന്നു വരുക, നല്ല വെയിൽ, തല ഉച്ചിയിൽ നിൽക്കുകയാണ്, ഉച്ചിയിൽ. ഇതിലെ കൂടെ അകത്തോട്ട് വഴി കിടപ്പുണ്ടോ? മറ്റേ ടൈറ്റാനിയത്തിൻ്റെ പറമ്പൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. നമ്മളൊരെണ്ണം കണ്ടിട്ടായിരുന്നു. അതിൻ്റെ വേസ്റ്റ് ഇതായിട്ടുള്ള മണ്ണലും ഒക്കെ ഇവിടെ കൊണ്ടിടും.
ചട്ടിയുടെയൊക്കെ വില എഴുതി വെച്ചേക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അവിടുന്ന് 2 ചട്ടിയും വാങ്ങി പേയ്മെൻറ്റ് നടത്തുമായിരുന്നു അച്ഛൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ദേ ആ കിടക്കുന്നതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. ആ വണ്ടി അവിടുന്ന് ആൾ കയറിയതിന് ശേഷം അത് ഇപ്പുറത്തെ സൈഡിൽ വരും. അതിനുശേഷം നമുക്ക് അതിൽ കയറി പോവാം. നോർമലി ഇവിടെ 2-3 ജങ്കാറുണ്ട്. അത് നല്ല തിരക്കുള്ള സമയത്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടുന്നതിൻ്റെ സർവീസ് നടത്തുന്നത്. പക്ഷേ ഇപ്പം വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ കയറി പോവാം. ജങ്കാറല്ലാണ്ട് ഇവിടുന്ന് ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ. ബോട്ടെന്ന് വള്ളവും ഉണ്ട്. വള്ളത്തിനകത്ത് ഇരുന്ന് വേണമെങ്കിലും വരാം. അങ്ങനെ ഇവിടുത്തെ പരിപാടി തന്നെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുക. അച്ഛൻ വണ്ടി എടുത്ത് ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചോണ്ടിരിക്കാമെന്ന് വിചാരിച്ചു, വണ്ടിക്കകത്തിരിക്കത്തില്ല. അപ്പോൾ ഓക്കെ ബൈ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരെയും അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.